ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മഷ്റൂം മസാല ആണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അതിനാദ്യം തന്നെ നമുക്ക് നല്ല മഷ്റൂം എടുക്കാം. അതതിൻ്റെ പുറത്തെ തൊലിയെല്ലാം നമുക്ക് അതിൻ്റെ ചെറിയൊരു പാടയുണ്ടല്ലോ, ആ പാടയെല്ലാം നമുക്ക് മാറ്റിയതിന് ശേഷം 2-3 പ്രാവശ്യം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട വെള്ളത്തിൽ കഴുകി ക്ലീനാക്കി എടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ. ഈ സമയം നമുക്ക് ഒരു ചെറിയൊരു പേസ്റ്റ് തയ്യാറാക്കി വെക്കണം. തക്കാളിക്കായും ഞാനിവിടെ ഒരു തക്കാളിക്കായും കുറച്ച് കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ലത്, വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് ചെറുജീരകമാണ്. ചെറിയ ജീരകം ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി നമുക്കിവിടെ ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടായി വരട്ടെ. ആ സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എണ്ണയിൽ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ റോ ടേസ്റ്റെല്ലാം ഒന്ന് മാറിക്കിട്ടണം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഒരു തക്കാളിയും കുറച്ച് കാഷ്യൂനട്ടും കൂടെ നമ്മൾ മിക്സിയിൽ അരച്ച ആ പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ ആ തക്കാളിയുടെയൊക്കെ ഒരു പച്ചച്ചവയൊന്ന് മാറണം. അതുമല്ല ഈ പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകിയും വരും. ആ കുറുകിയ ടെക്സ്ചറായി കിട്ടും നമുക്ക്. ഈ സമയം നമുക്ക് നേരത്തെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മഷ്റൂംസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഷ്റൂംസ് എല്ലാം നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. മഷ്റൂം നല്ല വെള്ളമുള്ള സാധനമായതുകൊണ്ട് അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിലെ വെള്ളം എല്ലാം കൂടെ നമുക്ക് ഊറി വരും. അതിനുശേഷം അടച്ച് വെച്ച് നന്നായിട്ട് അടച്ച് വെക്കാവേ. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അതിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി അതൊന്ന് വറ്റിക്കിട്ടണം. നല്ല കുറുകിയ പരുവായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇടയ്ക്ക് നമുക്ക് തുറന്നത് വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുകയും കൂടെ ചെയ്യണം. അതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറല്ലേ, അതുകൊണ്ടാണേ. ഈ നന്നായിട്ട് വറ്റി വരുന്ന ആ സമയത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കും. നല്ല അടിപൊളി ടേസ്റ്റ്. കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് മെയിനായിട്ട് കൊടുക്കേണ്ട ഒറിഗാനോ ആണ്. ഒറിഗാനോ നമുക്കൊരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് സെർവ് ചെയ്യാവേ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയോ ചോറോ എന്തും ആയിക്കോട്ടെ, പുലാവിൻ്റെ കൂടെയും എല്ലാം, അതുപോലെ മഷ്റൂം റൈസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക.